അപ്പോൾ നമുക്കിനി പറയാനുള്ളത് ഡെഫിനിഷനാണ്. ഡെഫിനിഷൻ നോക്കുക. A path in a topological space X is a continuous function alpha from the unit interval 0, 1 to x. അപ്പോൾ എന്താ അവിടെ പറയണേ? ഒരു പാത്ത് എന്ന് പറയണത് എന്താണെന്നാ പറയണത്? ഒരു കണ്ടിന്യൂസ് ഫങ്ഷൻ ആണ്. ആൽഫ അതെങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന? ഒരു ആൽഫ വിച്ച് ഈസ് ഡിഫൈൻഡ് ഫ്രം 0, 1 to x. ഇനി എന്താ അവിടെ പറയണേ? ആ പോയിന്റുകൾ, 2 പോയിന്റുകൾ അവിടെ പറയുന്നുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? ആൽഫ ഓഫ് 0 ആൻഡ് ആൽഫ ഓഫ് 1. ഈ ആൽഫ ഓഫ് 0 എന്ന് പറയുന്നതിനെ ഇനീഷ്യൽ പോയിന്റ് എന്നും ആൽഫ ഓഫ് 1 എന്ന് പറയുന്നതിനെ ടെർമിനൽ പോയിന്റ് എന്നുമാണ് നമ്മൾ വിളിക്കാറുള്ളത്. ഇനി പാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആൽഫ ഓഫ് 0യിൽ നിന്ന് ആൽഫ ഓഫ് 1ലേക്കുള്ള ഒരു പാത്താണ് അല്ലേ ആൽഫ. That is, alpha is a path from alpha of 0 to alpha of 1, or alpha of 0യും alpha of 1ഉം ജോയിൻ ചെയ്യുന്നതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പാത്ത് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ പറയണേ? അവിടെ നമ്മുടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0, 1ൽ നിന്ന് ഇത് നമ്മുടെ എക്സ് എന്ന് പറയുന്ന ഒരു സ്പേസ് ആണെന്ന് വിചാരിക്കാം. സപ്പോസ് ദിസ് ഇസ് മൈ ആൽഫ ഓഫ് 0. ഈ പോയിന്റിനെ ഞാൻ എന്തെന്ന് വിളിച്ചു? ആൽഫ ഓഫ് 0 എന്ന് വിളിച്ചു. ഇവിടെ ഇപ്പോൾ ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഐ ഹാവ് കൺസിഡേർഡ് ഹിയർ ഇറ്റ് ആസ് ആൽഫ ഓഫ് 1 എന്നും വിചാരിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ? ആൽഫ ഓഫ് 0, 1 എന്ന് പറയുന്നത് എന്താ? ആൽഫ എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയണത്? അതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. നമ്മുടെ പാത്ത് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കുക? ആൽഫ ഓഫ് 0യിൽ നിന്ന് ആൽഫ ഓഫ് 1ലേക്ക് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു സാധനം, ഒരു പാത്ത് എന്ന് പറയുന്നത് അതാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അതിൻ്റെ ചോട്ടിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് നോക്കുക. നമുക്കിപ്പോൾ ഈ ആൽഫ ഓഫ് 0, 1ൽ നിന്ന് എക്സിലേക്ക് എന്നാണല്ലോ നമ്മളിവിടെ പാത്തിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ? അതിന് ഈ 0, 1ൽ നിന്ന് തന്നെ ഡിഫൈൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്നാണ് പറയണത്. എന്തുകൊണ്ടത് 0, 1ൽ നിന്ന് തന്നെ ഡിഫൈൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്നാണ് പറയണത്? എന്ന് വെച്ചാൽ അതിന് ഈ 0, 1ന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോസ്ഡ് ഇൻ്റർവെൽ AB എഴുതാം വിത്ത് A ലെസ് ദാൻ B എഴുതാം, കുഴപ്പമില്ല എന്നാണ് പറയണത്. അതിനുള്ള കാരണമാണ് ഇവിടെ പറയണത്. കാരണം AB എന്ന് പറയണത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഹോമിയോമോർഫിക് ടു 0, 1 ആണ് എന്നാണ് പറയുന്നത്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്, ഈ പാത്ത് എന്ന് പറയുന്നതിനെ നമ്മൾ സാധാരണ യൂക്ലീഡിയൻ സ്പേസിൽ കർവ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? ഇനി ഇവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. A path A is said to be simple if the function alpha is injective. ആൽഫ ഇൻജക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആ പാത്തിനെ എന്തെന്ന് വിളിക്കാം? ഒരു സിമ്പിൾ പാത്ത് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഇറ്റ് ഈസ് സെറ്റ് ടു ബി ക്ലോസ്ഡ് ഇഫ് ആൽഫ ഓഫ് 0 ഈക്വൽ ടു ആൽഫ ഓഫ് 1. ശരിയാണല്ലോ. ആൽഫ ഓഫ് 0യും ആൽഫ ഓഫ് 1ഉം കണക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? ആ കണക്റ്റഡിലേക്ക് എത്തുമ്പോൾ പറഞ്ഞതൊന്നും കൂടെ, ആൽഫ ഓഫ് 0യും ആൽഫ ഓഫ് 1ഉം സെയിം ആയിട്ടുള്ള പോയിന്റ് ആണെങ്കിൽ അതെന്താണ്? ക്ലോസ്ഡ് ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. A simple closed path is a closed path alpha which is injective except for alpha of 0 equal to alpha of 1. സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ അത് ഇൻജക്റ്റീവ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ഇൻജക്റ്റീവ് ആകും ബാക്കി എല്ലാ പോയിന്റിലും. ഏത് പോയിന്റിൽ ഒഴികെയെന്നാണ് പറയണത്? ആൽഫ ഓഫ് 0 ഈക്വൽ ടു ആൽഫ ഓഫ് 1 എന്ന് പറഞ്ഞ പോയിന്റിന് ഒഴികെ ബാക്കി എല്ലാ പോയിന്റിലും നമ്മുടെ ആൽഫ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തായിരിക്കും എന്നാണ് പറയണത്? ഇൻജക്റ്റീവ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഡെഫിനിഷൻ എന്താണ് അവിടെ പറയണത്? നോക്കി നോക്കൂ. പാത്ത് കണക്റ്റഡ് എന്താണ് എന്നുള്ളതാ പറയണത് അല്ലേ? അപ്പോൾ എന്താ പാത്ത് കണക്റ്റഡ് എന്ന് നോക്കി നോക്കൂ. A space X is said to be path connected if for every 2 points xy belongs to X, there exists a path alpha in X such that alpha of 0 equal to X and alpha of 1 equal to Y. എന്തേ അവരവിടെ പറയണുള്ളൂ? അവിടെ
എക്സ് വൈ എന്നീ രണ്ട് പോയിന്റുകൾ എക്സ് കോമ വൈ എന്നീ രണ്ട് പോയിന്റുകൾ നമ്മുടെ എക്സിലുണ്ട് എന്ന് വിചാരിക്കുക. എക്സ് വൈ എന്നീ രണ്ട് പോയിന്റുകൾ എക്സിലുണ്ട് എന്ന് വിചാരിക്കുക. അവിടെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക. ഇഫ് ദർ എക്സിസ്റ്റ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ, നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആരാ? ആൽഫ അല്ലേ? ആൽഫ എവിടുന്ന് എവിടേക്കാ? 0 1ൽ നിന്ന് എക്സിലേക്ക്. സച്ച് ദാറ്റ് ആൽഫ ഓഫ് 0 എന്ന് പറയണത് എക്സ് ആവുകയും ആൽഫ ഓഫ് 1 എന്ന് പറയണത് എന്താവുകയും ചെയ്തു? വൈ ആവുകയും ചെയ്താൽ നമുക്ക് എന്ത് പറയാന്നാ പറയണത്? സ്പേസ് എക്സ് എന്താണ്? പാത്ത് കണക്റ്റഡ് ആയിരിക്കും എന്നാണ് പറയണത്. ആ സ്പേസ് എന്തായിരിക്കും? പാത്ത് കണക്റ്റഡ് ആയിരിക്കും എന്നാണ് പറയണേ. ഇനി ഇവിടെ ചൂട്ടിൽ കുറച്ച് എക്സാമ്പിളുകൾ പറയുന്നുണ്ട്. ക്ലിയർലി റിയൽ ലൈൻ ഓൾ Euclidean spaces and any convex subsets of them are path connected. The unit sphere Sn is also path connected for n greater than 1. Since any two distinct points on Sn, there is an arc of great circle joining them and it can be parameterized as path. It is easy to show that the topological product of path connected spaces path connected. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം, ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? റിയൽ ലൈൻ പാത്ത് കണക്റ്റഡ് ആണോ എന്നൊന്നും നമുക്ക് നോക്കാം അല്ലേ? റിയൽ ലൈൻ പാത്ത് കണക്റ്റഡ് ആണോ എന്നൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് റിയൽ ലൈൻ പാത്ത് കണക്റ്റഡ് ആണോ എന്ന് നോക്കുക? അപ്പോൾ നമുക്ക് തെളിയിക്കാനുള്ള റിയൽ ലൈൻ പാത്ത് കണക്റ്റഡ് ആണോ എന്ന് നോക്കാം അല്ലേ? നമുക്ക് റിയൽ ലൈനിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് യു കൺസിഡർ എനി 2 പോയിന്റ്സ് ബിലോങ്സ് ടു ആർ. ഇപ്പോൾ ഞാനൊരു എക്സും വൈയും ഞാൻ ആറിൽ നിന്ന് എടുത്തു എന്ന് വിചാരിക്കുക. ആൻഡ് ഫംഗ്ഷൻ വേണ്ടേ? ആൽഫ വേണ്ടേ? അപ്പോൾ നമുക്ക് ആൽഫയ്ക്ക് പകരം എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഞാൻ എടുക്കുകയാണ്. എവിടുന്ന് എവിടേക്ക് എടുക്കാം? ഇഫ് ഐ ഡിഫൈൻ 0 1ൽ നിന്ന് 6ലേക്ക് അല്ലേ? ഫംഗ്ഷൻ വേണ്ടേ? ഞാൻ അതിനെ എഫ് ഓഫ് ടി എന്ന് വിളിക്കുകയാണ്. എഫ് ഓഫ് ടി എന്ന് പറയും. നമ്മുടെ ഉദ്ദേശം എന്താ? നമ്മുടെ ഉദ്ദേശം എന്താണ്? വി നീഡ് ടു ഡിഫൈൻ എ ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഇൻ സച്ച് എ മാനർ ദാറ്റ് എഫ് ഓഫ് 0 എന്ന് പറയുന്നത് എക്സ് ആവുകയും എഫ് ഓഫ് 1 എന്ന് പറയുന്നത് വൈ ആവുകയും ചെയ്താൽ മതി. Clearly I can make a function f of t is equal to 1 minus t into x plus ty, and by the definition of the function itself ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ് അല്ലേ? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ക്ലിയർലി എന്താണ് നമുക്ക് പറയാം? കണ്ടിന്യൂസ് ആണ് എന്ന് പറയാം അല്ലേ? ടി is equal to 0 കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് എന്താവുകയും ചെയ്യും? എക്സ് ആവുകയും ടി ഈക്വൽ ടു 1 നൽകി കഴിഞ്ഞ് കഴിഞ്ഞാൽ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് വൈ ആവുകയും ചെയ്തു. അപ്പോൾ റിയൽ ലൈൻ എന്താണ് എന്ന് പറയാനായിട്ട് സാധിക്കും? നമുക്ക് പാത്ത് കണക്റ്റഡ് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. അതേപോലെ പറയുന്ന മറ്റൊരാളാണ് എന്ത്? കോൺവെക്സ് സബ്സെറ്റുകൾ പാത്ത് കണക്റ്റഡ് ആണ് എന്നും കൂടെ തെളിയിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കോൺവെക്സ് സബ്സെറ്റുകളെ കൺസിഡർ ചെയ്യണം വേണ്ടേ? അപ്പോൾ കോൺവെക്സ് സെറ്റിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു കോൺവെക്സ് സെറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എൻറ്റയർ 2 പോയിന്റുകൾ ആ കോൺവെക്സ് സെറ്റിൽ നിന്ന് എടുത്താൽ ആ 2 ലൈനിനെ ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ സെഗ്മെൻറ്റ് എൻറ്റയർലി എവിടെ ഉണ്ടായിരിക്കും? ആ സീൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കില്ലേ? അതല്ലേ നമ്മുടെ കോൺവെക്സിൻ്റെ ഡെഫിനിഷൻ. അത് പ്രകാരം നമുക്ക് എങ്ങനെ പറയാമെന്ന് നോക്കാം. അപ്പോൾ സി എന്ന് പറയുന്നത് ഞാൻ കോൺവെക്സ് ആക്കിയിട്ട് എടുത്തു എന്ന് വിചാരിക്കുക. ലെറ്റ് സി എന്ന് പറയണത് എന്താണെന്ന് എടുക്കുകയാണ് ഞാൻ. ലെറ്റ് സി ബി കോൺവെക്സ്. സി എന്ന് പറയണത് കോൺവെക്സ് ആണ്. എങ്ങനെയാ നമുക്ക് പറയാൻ പറ്റുക? ഇഫ് എക്സ് കോമ വൈ ബിലോങ്സ് ടു സി ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട് എന്നാ പറയണത്? അവിടെ ഒരു എൻറ്റയർ ലൈൻ സെഗ്മെൻറ്റ് ഉണ്ടാവും. എവിടെ? ആ സീൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും അല്ലേ? കണക്റ്റിംഗ് ദം ഇറ്റ് ലൈസ് ഇൻ സി ഇറ്റ് സെൽഫ് അല്ലേ? അപ്പം ഞാൻ പറയുകയാണ്, ഇനി ഏതൊരു എക്സ് കോമ വൈ ബിലോങ്സ് ടു സി എടുത്താലും ഞാൻ അവിടെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. ഇഫ് ഐ ഡിഫൈൻ എ ഫംഗ്ഷൻ എഫ് ഓഫ് ടി, കോൺവെക്സിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫംഗ്ഷൻ 1 മൈനസ് ടി എക്സ് പ്ലസ് ടി വൈ തന്നെയാണ് അല്ലേ? ഈ പുള്ളിക്കാരൻ കണ്ടിന്യൂസ് ആണ് നമുക്കറിയാം. ഇത് എക്സിൻ്റെയും വൈൻ്റെയും ലീനിയർ കോമ്പിനേഷൻ ആണ് നമുക്കറിയാം ആണല്ലോ. സി കോൺവെക്സ് ആയതുകൊണ്ട് ക്ലിയർലി എഫ് ഓഫ് ടി എന്ന് പറയുന്നത് സീൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്നറിയാം. ഫോർ ഓൾ ടി ബിലോങ്സ് ടു 0 1 എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതിൽ പോലെ എഫ് ഓഫ് 0 എന്ന് പറയണത് എന്താ? എക്സ് ആവുകയും എഫ് ഓഫ് 1 എന്ന് പറയണത് എന്താ? വൈ ആവുകയും ചെയ്തില്ലേ? അപ്പോൾ കോൺവെക്സ് എന്താണ് നമുക്ക് പറയാൻ പറ്റും?
എന്താണെന്ന് പറയാൻ പറ്റും? പാത്ത് കണക്റ്റഡ് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇതേപോലെ നമ്മൾ പറയുന്ന മറ്റൊരു കാര്യമാണ് എന്ത്, അവിടെ യൂണിറ്റ് സ്പിയറിൻ്റെ കേസും കൂടെ പറയുന്നുണ്ട് അല്ലേ? യൂണിറ്റ് സ്പിയറിൻ്റെ കേസ് എന്താ പറയണേ? ഫോർ n ഗ്രേറ്റർ ദാൻ 1 ഏതൊരു 2 ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ് എസ് എന്നിൽ നിന്നെടുത്താലും അവിടെ ഒരു ആർക്ക് ഉണ്ട് എന്നാണ് പറയണത്. ആ പോയിന്റുകളെ ജോയിൻ ചെയ്യുന്ന ആർക്ക് ഉണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടെ അവിടെ പറയണത് എന്താ? n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണെന്നുണ്ടെങ്കിൽ സ്പിയർ എന്ന് പറയുന്നത് സിംപ്ലി കണക്റ്റഡും കൂടെയാണ്. ഏതൊരു ലൂപ്പിനെയും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന പറയണത്? ഒരു പോയിന്റിലേക്ക് ഷ്രിങ്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി അടുത്ത തിയറം എന്ന് പറയുന്നത് എവ്രി പാത്ത് കണക്റ്റഡ് സ്പേസ് കണക്റ്റഡ് ആണെന്നാണ്. അത് അടുത്ത വീഡിയോയിൽ നോക്കാം.